ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഒരു ലൈവ് ഒളിച്ചോട്ടം വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതായത് ചേച്ചിയുടെ ഭർത്താവിൻ്റെ ഒപ്പം അനിയത്തിക്കുട്ടി ഒളിച്ചോടിപ്പോയൊരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ തന്നെ പലർക്കും ചിരി വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് ഈ പെൺകുട്ടി കാണിക്കുന്ന ചില ആഭാസത്തരങ്ങളുണ്ട്. അതായത് എനിക്ക് ചേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ചേട്ടനാണ് എൻ്റെ എല്ലാം, ഞങ്ങളെ തിരക്കി ആരും വരരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടിയും അതുപോലെ തന്നെ ഈ ചേച്ചിയുടെ ഭർത്താവും കൂട്ടി കാണിച്ചു കൂട്ടിയിട്ടുള്ള കോമാളിത്തരങ്ങൾ കണ്ട് ചിരിക്കാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? അപ്പം അതിനിപ്പോൾ റിസൾട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അതായത് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചേട്ടൻ അനിയത്തിക്കുട്ടീനെ തേച്ചിട്ട് പോയി എന്നുള്ളതാണ്. അപ്പം ഇവര് ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒളിച്ചോടി പോവാന്നും പറഞ്ഞിട്ടൊരു വീഡിയോ ജസ്റ്റ് ഇട്ടതാണ്. അതായത് ഈ പെൺകുട്ടിക്ക് ജോലി ഉണ്ടായിരുന്നു, ജോലിയിൽ നിന്നുള്ള ശമ്പളം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ ഇവര്. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇവർ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഗുരുവായൂർ അങ്ങോട്ട് ലോഡ്ജ് എടുത്ത് താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ രണ്ട് ദിവസം ലോഡ്ജ് എടുത്ത് താമസിച്ചു എന്ന് തോന്നുന്നു. അപ്പോഴേക്കും കിട്ടിയ സാലറിയും മൊബൈലടക്കം വിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കയ്യിലെ കാശൊക്കെ കഴിഞ്ഞപ്പോൾ ചേട്ടൻ പതുക്കെ ഉപേക്ഷിച്ച് തടി തപ്പി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പം ഈ പെൺകുട്ടി എന്ത് കണ്ടിട്ടാണ് ഇയാളുടെ ഒപ്പം ഒളിച്ചോടി പോയതല്ലേ? സാധാരണ ആരെങ്കിലും പ്രണയിച്ച് ഒളിച്ചോടി പോവുകയാണെങ്കിൽ തന്നെ പോറ്റാനുള്ള കഴിവ് ഈ ഒളിച്ചോടി പോകുന്ന ആൾക്കുണ്ടോ എന്ന് ചിന്തിക്കാറുണ്ട് പല പെൺകുട്ടികളും. ഈ പെൺകുട്ടിക്ക് അതിനുള്ള ബോധം പോലും ഇല്ല എന്നുള്ളതാണ്. സ്വന്തം ശമ്പളം മേടിച്ചുകൊണ്ട് ഒളിച്ചോടി പോവാണ്. ഇപ്പം എത്രത്തോളം ശമ്പളം ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലേ? ഈ തുക കൊണ്ട് ഒരു ലോഡ്ജൊക്കെ എടുത്ത് താമസിക്കാന്ന് പറയുമ്പോൾ എത്ര നാൾ ജീവിക്കാൻ പറ്റും? ഈ ചേട്ടൻ്റെ വർത്താനത്തിൽ വീഴോ അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു ആന മണ്ടത്തരം കാണിച്ചതെന്നുള്ളതാണ് കേട്ടോ. ഇപ്പം എന്തായി അവസ്ഥ? 20ാമത്തെ വയസ്സിൽ നാട്ടിൽ മുഴുവൻ അപമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി. അതുപോലെ വീട്ടുകാരും ഉപേക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ. ഏത് വീട്ടുകാരാണല്ലേ ആക്സെപ്റ്റ് ചെയ്യുക? സ്വന്തം ഇഷ്ടത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് സ്വന്തം ചേച്ചിയുടെ ലൈഫ് നോക്കിയില്ല. ചേച്ചിയുടെ 3 പിഞ്ചു മക്കളുണ്ട്, അവരെ കുറിച്ച് പോലും ആലോചിക്കാതെയാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെയുള്ള ഒരു പേക്കൂത്ത് നടത്തിയത്. അത് നടത്തിയത് പോട്ടെ, അത് ലൈവായിട്ട് ഇടുകയാണ്. അപ്പം ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞു. ഈ പെൺകുട്ടിയുടെ മുഖം കണ്ടു, ഇയാളുടെ മുഖം കണ്ടു കഴിഞ്ഞു ആൾക്കാരൊക്കെ. എന്തോ വലിയൊരു സംഭവം ചെയ്യണ പോലെയാണ് ഇവർ ഈ പ്രവർത്തികളൊക്കെ ചെയ്ത് ലൈവ് ഇട്ടതേ. ആരും പ്രണയിച്ചിട്ടില്ല, ഇവർ മാത്രമുള്ള പ്രണയിതാക്കള്. ലൈല മജ്നുവിൻ്റെ പ്രണയമല്ലേ അവരുടെ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒളിച്ചോടി പോകുന്നവര് ഇനിയെങ്കിലും മനസ്സിലാക്കുക, അതെ ഇതാണ് അവസ്ഥ എന്നുള്ളത്. 1-2 ദിവസം തന്നെയാണ് ഇതിനൊക്കെ ആയുസ് ഉണ്ടാവുള്ളൂ. എത്ര വലിയ പ്രണയമായാൽ പോലും ചേട്ടന് കിട്ടേണ്ടത് കിട്ടി, അപ്പം ചേട്ടൻ ഉപേക്ഷിച്ചിട്ട് പോയി. അതായത് പണ്ടുള്ളവരൊക്കെ ഒരു ചൊല്ല് പറയേ, പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടീനെ ദൈവം ചതിക്കും എന്നുള്ളത്. അതായത് ഈ പെൺകുട്ടി സ്വന്തം ചേച്ചീനെ ചതിച്ചു. അതും 3 വർഷമായി എന്ന് പറയുന്നത് ഇവരുടെ ഈ പ്രണയം. 19ാമത്തെ വയസ്സിൽ ഈ പെൺകുട്ടി തുടങ്ങിയ പ്രണയമാണ്. 3 വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഒരു വീട്ടിലായിരിക്കുമല്ലോ ഇവർ സ്വാഭാവികമായും താമസിച്ചിട്ടുണ്ടാവുക. അപ്പം എത്രത്തോളം ചതിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ ആ 3 മക്കളെയും ഈ ചേച്ചീനെയൊക്കെ. അപ്പം അതിൻ്റെ റിസൾട്ട് കിട്ടി. ഈ പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു എന്നുള്ളതാണ്. കാരണം ഇനി അതിനൊരു വിവാഹം നടക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഇനി ലൈവ് ഇട്ടതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരു ജോലി കൊടുക്കും. ഈ നാട് വിട്ടു പോയാൽ പോലും ഒരു പക്ഷെ രക്ഷപ്പെടണമെന്നില്ല. ഇപ്പം അവസാനത്തെ ഒരു അടവ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് മുസ്ലിം മതം സ്വീകരിക്കാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ തന്നെ ആരും അതിനൊന്നും അനുവദിക്കരുത്. കാരണം ഇസ്ലാം മതം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഓടി വന്ന് വെറുതെ എന്താ പറയുക, ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടി വരുന്നവരെ സ്വീകരിക്കാനുള്ള മതമായിട്ട് ആവരുത്. കാരണം ഞാൻ നല്ലോണം റെസ്പെക്ട് ചെയ്യുന്ന സ്നേഹിക്കുന്ന ഒരു മതമാണ്. ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ആ മതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ശ്രദ്ധിച്ച് ആരെങ്കിലുമൊക്കെ ആ മതം സ്വീകരിക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഹിസ്റ്ററി ഒക്കെ ഒന്ന് പരിശോധിച്ചിട്ട് ഈ മതത്തിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് കേട്ടോ. സത്യം പറഞ്ഞ സങ്കടമുണ്ട്. കാരണം അറിവില്ലാത്ത പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഒരു തെറ്റ്, അതായത് 20ാമത്തെ വയസ്സിൽ ഈ പെൺകുട്ടിക്ക് പറ്റിയൊരു തെറ്റുകൊണ്ട് കുടുംബം ഉപേക്ഷിച്ചു. ഈ പെൺകുട്ടി കുടുംബം ഉപേക്ഷിച്ചു, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഉപേക്ഷിച്ചു. സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ജീവിതം തൊലഞ്ഞു എന്നുള്ളതാണ്. പണ്ടുള്ളവർ പറയും കേട്ടോ, പണ്ടുള്ളവരല്ല, ഈ എല്ലാവരും കല്ലെറിയുന്ന ഒരാളെ കല്ലെറിയരുതെന്നുള്ളത്. അതായത് തെറ്റ് പറ്റി, ഇനിയിപ്പോൾ ക്ഷമിക്കുക, അതിൻ്റെ ഒരു വിവരക്കേട് നമുക്ക് മനുഷ്യന്മാർക്കല്ലേ ക്ഷമിക്കാനുള്ളൊരു കഴിവുള്ളൂ. അപ്പം ക്ഷമിച്ച്
അതിനെ അതിൻ്റെ വീട്ടുകാരൊക്കെ ഒന്ന് സ്വീകരിക്കുക. ഇനിയെങ്കിലും ആ പെൺകുട്ടി വീട്ടുകാരൊക്കെ പറഞ്ഞത് കേട്ട് ജീവിക്കട്ടെ. എന്താ പറയല്ലേ, കഷ്ടം തോന്നാണ് ഇങ്ങനെ ഓരോ അബദ്ധങ്ങൾ ഓരോ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ചെയ്യുമ്പോൾ അവസാനം ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗം ഇല്ലാതായി പോവുകയാണ്. അതാണിപ്പോൾ ഈ കുറച്ച് നാളിൽ നമ്മൾ കാണുന്നത് തന്നെ. 10-20 വയസ്സാകുമ്പോഴേക്കും ഇങ്ങനെ ഓരോ കാര്യത്തിലൊക്കെ ചെന്ന് പെട്ടിട്ട് അവർക്ക് ഇനി ഒരിക്കലും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി മാറുകയാണ്. അപ്പം അങ്ങനെ ഈ ഒരു അവസ്ഥ ഈ ഒരു പെൺകുട്ടിക്ക് വരാതിരിക്കട്ടെ കേട്ടോ. പെൺകുട്ടിയുടെ ഒരു സ്വഭാവ രീതി കണ്ടിട്ട് അങ്ങനെ നമുക്ക് തോന്നുന്നില്ല, എങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എങ്ങനെയാന്നുള്ളത്. അപ്പം എന്താ പറയുക, ക്ഷമിക്കുക അതിനോട്, വീട്ടുകാർ അതിനെ സ്വീകരിക്കുക. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക അല്ലേ. നമുക്ക് കൺമുന്നിൽ ഇങ്ങനെ നശിച്ചു പോണ സമയത്ത് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. അതുപോലെ ഈ ചേട്ടനുണ്ടല്ലോ, ഈ ഈ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ, അയാൾ എന്തൊരു മനുഷ്യനല്ലേ. സത്യം പറഞ്ഞാൽ അയാളെയൊക്കെ വിളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്വന്തം മകളായി കാണേണ്ടതാണ്. ആ ഒരു പെൺകുട്ടീനെയാണ് ഇയാൾ കൊണ്ട് ഒളിച്ചോടി പോയി ഉപേക്ഷിച്ച് വിട്ടത്. അയാളെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരെന്നെ കൈവയ്ക്കട്ടെ. ഞാനങ്ങനെ ഒരു എന്താ പറയുക, ഒരു വഴക്കിനെ പ്രൊമോട്ട് ചെയ്യല്ലോ, അങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അയാളൊക്കെ ഉണ്ടല്ലോ, നല്ല അടി കിട്ടാത്തതിൻ്റെ, നല്ല ഇരുട്ടടി കിട്ടാത്തതിൻ്റെ കുറവുണ്ട് അയാൾക്ക്. ഇയാൾക്ക് ഇങ്ങനെ നല്ലൊരു പണി ഇയാൾക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ, ഇനിയും ഇതുപോലെയുള്ള പാവപ്പെട്ട പെൺകുട്ടികളെ ഇയാൾ മയക്കി ഇതുപോലെ കൊണ്ട് ഉപേക്ഷിച്ച് കളയും. ചിലർ ശീലാക്കിയവർ അതന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതമാണ് ഇതുപോലെ നഷ്ടപ്പെടാൻ പോണതേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഒരു കാര്യം പറഞ്ഞിട്ടോ, അല്ലാണ്ട് വയലൻസിനെ പ്രൊമോട്ട് ചെയ്തതൊന്നല്ല. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല. പിന്നെ ആ പെൺകുട്ടിയുടെ വീഡിയോ ക്ലിപ്പൊന്നും ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ, കാരണം അത് ഭയങ്കര ഇരുട്ടെന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ വീഡിയോയുടെ പോലെ അത്ര ക്ലാരിറ്റി ഉള്ള വീഡിയോ ഒന്നും അല്ല അവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ ക്ലിപ്പൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ജസ്റ്റ് എൻ്റെ ആശയം ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക്